എല്ലാവർക്കും നമസ്കാരം. മെന്റൽ ഹെൽത്ത് അവയർനെസ് വീക്കിന്റെ ഭാഗമായി ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ സത്യസന്ധമായ ചിന്തകളും അവരുടെ സ്വന്തം അനുഭവങ്ങളും പങ്കുവെക്കാൻ ഒരു ചെറിയ ഇടം സൃഷ്ടിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഹെൽത്ത് കെയർ ഫീൽഡിൽ നമ്മൾ പല സമയത്തും മറ്റുള്ളവരെ കെയർ ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തം ഇമോഷണൽ സ്ട്രഗിൾസും സ്ട്രെസ്സും വെറും നിശബ്ദമായി ക്യാരി ചെയ്യുകയാണ്. ഇന്ന് ഈ ഒരു മിനിറ്റ് പ്രതികരണം വഴി കെയർ ഗിവേഴ്സ് ആയ ഞങ്ങളുടെ സ്വന്തം ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ മെന്റൽ ഹെൽത്തും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഒരു ചോദ്യം, ഒരു നിമിഷം, സത്യസന്ധമായ ചിന്തകൾ. ഹായ് സർ. ഇമോഷണലി ഡിഫിക്കൽട്ട് ടൈംസിൽ നമ്മൾ ഇമോഷണലി സേഫ് ആയിരിക്കാൻ എന്താ ചെയ്യുന്നത് യൂഷ്വലി? ആക്ച്വലി നമ്മൾ പ്രൊഫഷൻ ഇതായതുകൊണ്ട് പലപ്പോഴും നമുക്ക് സ്ട്രെസ് വരും. ഇമോഷണലി നമ്മൾ സ്ട്രെസ്ഡ് ഔട്ട് ആകാറുണ്ട്. പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും പല സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് സ്ട്രെസ് വരാറുണ്ട്. എൻ്റെ ലൈഫിൽ എനിക്ക് ദ മോസ്റ്റ് തിങ് വിച്ച് ഹെൽപ്സ് മീ ടു കം ഔട്ട് ഓഫ് സ്ട്രെസ് ഈസ് ഫിലോസഫി. എനിക്ക് ഫിലോസഫി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഫിലോസഫിക്കൽ കോട്ട്സ്, ഫിലോസഫിക്കൽ ബുക്സ്, അതൊക്കെയാണ് ഞാൻ കൂടുതൽ വായിക്കുന്നത്. അങ്ങനെ അപ്പം ഫിലോസഫിക്കൽ കോട്ട്സും പലപ്പോഴും എന്നെ അതിൽ നിന്ന് ഒരു എന്താ പറയുക, എപ്പോഴും നമുക്കൊരു always we have a positive thinking and negative thinking in our mind. We have two phases actually within for every person. So that negative thinking കൂടുമ്പോഴാണല്ലോ നമുക്ക് സ്ട്രെസ് വരുന്നത്. സോ ഫിലോസഫിക്കലി തിങ്കിങ് തോട്ട്സ് അല്ലെങ്കിൽ ഫിലോസഫിക്കൽ കോട്ട്സ് വിൽ ഹെൽപ്പ് us to overcome that negative thoughts and come out with the positive thoughts. പിന്നെ മ്യൂസിക്, എല്ലാവരുടെയും പോലെ മ്യൂസിക്, പിന്നെ വായന, പിന്നെ എഴുത്ത്, ഇതൊക്കെ ഓൾ ടുഗദർ പറയാണ് ഐ ഡൈവേർട്ട് മൈസെൽഫ്. ഞാൻ ആ തോട്ടിൽ നിന്ന് മാറി നിൽക്കാൻ. പിന്നെ ഉറക്കം, സ്ലീപ്പ്, ഒന്ന് ഉറങ്ങി നല്ലൊരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേക്കാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് വിൽ ഗെറ്റ് ആൻ ഐഡിയ എന്താ ചെയ്യേണ്ടത്, നെക്സ്റ്റ് വാട്ട് ടു ഡു എന്നുള്ളൊരു ക്ലാരിറ്റി നമുക്ക് മനസ്സിലുണ്ടാവും. സോ ഇതൊക്കെയാണ് ഞാൻ ഒരു സ്ട്രെസ് ഔട്ട് ആകുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. ഹായ് സർ. ഡെയിലി ലൈഫിൽ സാറുടെ മെന്റൽ ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യാൻ സാർ എന്താ ചെയ്യുന്നത്? സി ആസ് എ ഡോക്ടർ നമ്മുടെ ലൈഫ് അറിയാമല്ലോ, ഇറ്റ്സ് ഫാസ്റ്റ് ആൻഡ് സ്ട്രെസ്ഫുൾ. അപ്പം രാവിലെ വന്ന പേഷ്യൻസിനെല്ലാം കണ്ട് യൂഷ്വലി പാലിയേറ്റീവ് കെയർ മോസ്റ്റ്ലി ടെർമിനൽ പേഷ്യൻസ് ആയിരിക്കും. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെടുന്ന പേഷ്യൻസിനെല്ലാം നമുക്ക് കാണേണ്ടി വരും, വളരെ ഇമോഷണലും ഷെയർ ചെയ്യേണ്ടി വരും. സോ ദോ വി ട്രൈ ടു കീപ് ഇറ്റ് അപ്പാർട്ട്, സംടൈംസ് യു ഗെറ്റ് എഫക്ട്. അപ്പോൾ അത് വൈകിട്ടൊക്കെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് കോഴ്സ് യു നീഡ് ടു അൺവൈൻഡ്. സോ one is see, I feel that mental health is also very closely related to physical health. So you have to be physically fit to have a very good mental status also. So come and relax. I have a cup of tea and slowly unwind by mindful meditation. Just sit quietly. ഒന്നൊന്നുമില്ല, വലിയ സ്പിരിച്വൽ ആയിട്ടുള്ള സംഗതിയല്ല. Just sit quietly and then ruminate on what has happened, what we could have done better, how we can avoid certain things, how to assimilate certain things, what we have learned from that. And also incorporate that in your life, like ഒരു അവയർനെസ്സോട് കൂടി നമ്മൾ അതിനെ കാണുക. എല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല, എല്ലാം നമുക്ക് തരണം ചെയ്യാൻ പറ്റില്ല. ബട്ട് വാട്ട് എവർ വി ക്യാൻ ഡു ടു ഹെൽപ്പ് ദി അതർ പേഴ്സൺ, we can do. Whatever we cannot change, leave it aside. So you can't be too involved in all these things. That is very important for mental health, because if you take everything at heart, then also you will be affected by it. Secondly, of course, I do some exercises, because that's why I said physical health is very much in tandem with the mental health. So take care of your body, because you have to take care of your health to take care of yourself, your mental well-being also. So that also gives me a lot of relaxation, unwinding. And thirdly, of course, generally speaking, as a human being, it is better not to get too much involved in everything, in the sense that have a mindful living. Don't indulge in too many things. Like live within your means or below your means. Don't incur a lot of financial losses and things like that. So have a balanced life. So that's what I aim.
for my mental health. താങ്ക് യു വെരി മച്ച്. ഹായ് സർ. Hello. ഒരു ഡോക്ടറുടെ ലൈഫിൽ മെന്റൽ ഹെൽത്ത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്? മെൻ്റൽ ഹെൽത്ത് ഒരു ഡോക്ടർ ലൈഫിൽ മാത്രമല്ല എല്ലാ ലൈഫിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമ്മൾ ഈ കൂടുതൽ സ്ട്രെസ് എപ്പോഴും ഫേസ് ചെയ്യുന്നതുകൊണ്ട് അത് നമ്മൾ നന്നായിട്ട് ബാധിക്കാറുണ്ട്. നമുക്കത് ഒരുപാട് പുറത്ത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും ഇല്ല. ചില സമയത്ത് നമ്മുടെ ഫാമിലി ആയിരിക്കും ആ സ്ട്രെസ്സിൻ്റെ ഒരു ടോൾ ചിലപ്പോൾ ഏറ്റുവാങ്ങിക്കുന്നത്. പിന്നെ നമ്മൾ മാക്സിമം കോപ്പ് ചെയ്യാൻ ശ്രമിക്കുക. മെഡിറ്റേഷൻ, യോഗ അതൊക്കെ ചെയ്യുക. പിന്നെ ഓരോരുത്തർ എനിക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, അപ്പോൾ പാട്ട് കേൾക്കുക, റിലാക്സ് ചെയ്യുക, അതൊക്കെയാണ് സാധാരണ ചെയ്യാറ്. സ്ട്രെസ് എന്തായാലും നമ്മുടെ വർക്കിൻ്റെ ഒരു പാർട്ടാണ്, കോപ്പ് ചെയ്യാതെ രക്ഷയില്ല. സാറുടെ ഫീൽഡാവട്ടെ യൂഷ്വലി ഈ ഹെൽത്ത് കെയർ ഫീൽഡ് ഒരുപാട് സ്ട്രെസ്സുള്ള ഫീൽഡല്ലേ. അപ്പോൾ എപ്പോഴും മെന്റൽ ഹെൽത്തിന് വേണ്ടി നമ്മൾ കുറച്ചും കൂടി സമയം കൊടുക്കണമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും മെൻ്റൽ ഹെൽത്തിന് വേണ്ടി എന്തായാലും നമ്മൾ ഡോക്ടേഴ്സ് സ്വയം സമയം കൊടുക്കേണ്ടതാണ്. അത് എത്രത്തോളം അവർ കൊടുക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ തീർച്ചയായിട്ടും അവർ കൊടുക്കണം. അല്ലെങ്കിൽ അത് അവരൊരു എല്ലാ ലൈഫിൻ്റെ എല്ലാ ഭാഗത്തും, ഫാമിലി ആണെങ്കിലും പേഴ്സണൽ ആണെങ്കിലും മെൻ്റൽ ഹെൽത്ത് ആണെങ്കിലും എല്ലാത്തിലും അതിൻ്റെ ടോൾ ഉണ്ടാവും. അപ്പോൾ യൂഷ്വലി അവരവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും, ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് സുഹൃത്തുക്കളെ കൂടെ ടൂർ പോകാനാണ് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെസ് റിലീഫ് എന്ന് പറഞ്ഞാൽ അതാണ്. അത് കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ അങ്ങനെ പോകാറുണ്ട്. ഞങ്ങൾ ക്ലോസ് ഗ്രൂപ്പ് ഫ്രണ്ട്സായിട്ട് ഒരു ടൂർ പോകാറുണ്ട്. അതൊരു റീസെറ്റാണ് ആക്ച്വലി. അപ്പോൾ അതുപോലെ എന്തെങ്കിലും എല്ലാവരുടെ ജീവിതത്തിലും ഇല്ലെങ്കിൽ അത് അവരെയും അവരുടെ ഫാമിലിനെയും പിന്നെ ബൈ ലാർജ് പേഷ്യൻസിനെയും ഭാവിയിൽ അഫക്ട് ചെയ്ത് തുടങ്ങും. ഹായ് സർ. ഹായ്. നമ്മുടെ ഹെൽത്ത് കെയർ ഫീൽഡിലെ ഇമോഷണൽ ബേൺ ഔട്ടെ കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? ഈ ഹെൽത്ത് കെയർ ഫീൽഡിലുള്ള അല്ലെ ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ ഇമോഷണൽ ബേൺ ഔട്ട് അത് ശരിക്കും ഒരിക്കലും ജനങ്ങൾ എപ്പോഴും ഹെൽത്ത് കെയറുമായിട്ടുള്ള സംബന്ധം എപ്പോഴും അവരൊരു രോഗികളായിട്ട് വരുമ്പോഴാണ്. സോ അവരുടെ മനസ്സിൽ തന്നെ ഒരു ഇമോഷണൽ ട്രോമയുമായിട്ടാണ് അവർ വരുന്നത്. അപ്പൊ അവരുടെ ഒരു ഇമോഷണൽ ആ ഒരു സ്ട്രെസ്സിൽ വെൻ ദേ ആർ ഇൻ എ പീസ് ഓഫ് ആൻ ഇമോഷണൽ നോബഡി വാണ്ട്സ് ടു ബി എ പേഷ്യന്റ്. ആർക്കും ഹോസ്പിറ്റലിൽ വരും, ഓഫ് കോഴ്സ് ഡെലിവറി ഒരു വേറെ ഇഷ്യൂ, അതർവൈസ് നോബഡി വാണ്ട്സ് ടു ബി എ പേഷ്യന്റ്. അതാർക്കും ഇഷ്ടമുള്ളൊരു സംഗതിയല്ല. അപ്പൊ അവരുടെ ആ ഇമോഷണൽ സ്ട്രെസ്സിൽ അവര് പലപ്പോഴും ഡോക്ടർമാരെയോ നഴ്സുമാരെയോ എല്ലാവരെയും ഒരു ശത്രുക്കളായിട്ടോ അല്ലെങ്കിൽ അവരെ സാമ്പത്തികമായും മാനസികമായും ഉള്ള അവരുടെ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ആ ഒരു വിഷമത്തിൽ നമ്മളെ അവർ ചില സമയത്ത് ശത്രുക്കളായി കാണുന്ന ഒരവസ്ഥയും ഇന്നത്തെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. പണ്ടെന്ന് പറഞ്ഞാൽ ഡോക്ടർ ഒരു ദൈവതുല്യൻ അല്ലെങ്കിൽ നഴ്സുമാരൊരു ദേവത തുല്യ, ഏഞ്ചൽസ് എന്നൊക്കെ വിളിച്ചിരുന്നു. പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ എപ്പോഴും ഒരു കുറ്റപ്പെടുത്തുന്ന ഒരു പ്രവണത പലപ്പോഴും കാണുകയും, പക്ഷെ അത് ഇമോഷണലി ആസ് എ ഡോക്ടർ അതെന്നെ ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും എല്ലാവരുടെയും നല്ലതിന് വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും നമ്മളുടെ 100% നൽകുന്നത്. പക്ഷെ ഒരു രോഗത്തെ നിയന്ത്രിക്കാനായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മളുടെ മാക്സിമം പ്രയത്നിക്കുന്നു. പക്ഷെ നമ്മൾ മനുഷ്യരാണ്, ചില രോഗങ്ങൾ നമ്മൾ തോൽപ്പിക്കാനാവില്ല, ചിലപ്പോൾ നമ്മൾ തോറ്റുപോകും. പക്ഷെ നമ്മൾ എല്ലാ രോഗിക്ക് വേണ്ടിയും 100%ആയിട്ടാണ് ആത്മാർത്ഥത ഇടുന്നത്. അപ്പോൾ അതിൽ ചിലപ്പോൾ തോറ്റു വരുമ്പോൾ അല്ലെങ്കിൽ രോഗിയെ നഷ്ടപ്പെടുമ്പോൾ പലപ്പോഴും ആ റിലേറ്റീവ്സ് നമ്മളോട് പറയുന്നത് അറിയില്ല. നമുക്കും ഒരിക്കലും അവർ കാണാത്തൊരു വശം ഓരോ രോഗി നഷ്ടപ്പെടുമ്പോഴും ഓരോ രോഗിയുടെ രോഗാവസ്ഥ മോശമാവുമ്പോഴും ആ രോഗിക്കുണ്ടാവുന്ന അതേ വിഷമം തന്നെ ആ ഡോക്ടറിനും അല്ലെ അവരെ ചികിത്സിക്കുന്ന നഴ്സുമാർക്കും ഉണ്ട്. എന്നാൽ അത് അവരുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും കാണിക്കാതെ ധൈര്യത്തോടെ അവരെ സമാധാനിപ്പിച്ചത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്നാൽ അത് മനസ്സിലുള്ളിൽ കൊണ്ടുള്ള സാധാരണയായ മനുഷ്യർ മാത്രമാണ് ഡോക്ടർമാരും നഴ്സുമാരും എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എനിക്ക് സമൂഹത്തിനോട് ഈ ഒരു ചർച്ചയിൽ പങ്കുവയ്ക്കാനുള്ളത്. ഞങ്ങളും മനുഷ്യരാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ്. താങ്ക് യു. മാം, ആസ് എ ഡോക്ടർ നിങ്ങളുടെ ഇമോഷണൽ സ്ട്രെസ്സിനെ മാം എങ്ങനെ കോപ്പ് ചെയ്തു പോകുന്നത്? ഡെയിലി ഉള്ള ലൈഫിൽ ഡെയിലി നമ്മുടെ ജോബ്സിന്റെ ഇടയ്ക്ക് നമുക്ക് എന്തുമാത്രം കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എനിക്കിപ്പോൾ ഒരു കൺഫ്യൂസിങ് ആണ്. അത് കറക്റ്റായിട്ട് എനിക്കൊരു ആൻസർ പറയാൻ പറ്റുന്നില്ല. ബിക്കോസ് നമ്മൾ ഡെയിലി കാണുമ്പോൾ ലേറ്റ് ആയിട്ട് നമ്മൾ നോർമലായിട്ട് പറയും മെന്റൽ ഹെൽത്തിന് പ്രോപ്പറായിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് 6 to 8 സ്ലീപ്പ് നമ്മൾ നമ്മുടെ പേഷ്യൻസിനോട് വരെ റെക്കമെൻഡ് ചെയ്ത് പറയും. പക്ഷെ അത് ആസ് എ ഡോക്ടർ എന്തുമാത്രം നമുക്ക് കിട്ടുന്നുണ്ട്, അത് എത്രമാത്രം നമുക്ക് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് എനിക്ക് അത്ര ഇതായിട്ട് പറയാൻ പറ്റില്ല. ബിക്കോസ് നമുക്ക് ലേറ്റ് നൈറ്റ് കോൾസ് വരും, ICUയിൽ പേഷ്യൻസ് ഉണ്ടെങ്കിൽ കോൾ വരും. പിന്നെ എന്നെ പോലെ തന്നെ എല്ലാവർക്കും നമ്മുടെ ഫാമിലി ലൈഫ് ഒബ്വിയസ്ലി ഹെക്റ്റിക് ആയിരിക്കും. വീട്ടിൽ പോയി നമ്മൾ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, ബാക്കി ഫാമിലി ലൈഫിന്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ നോക്കാന്ന് പറഞ്ഞാൽ സീരിയസ്ലി ഇറ്റ്സ് ഡിഫിക്കൽട്ട്. പക്ഷേ ആസ് എ ഡോക്ടർ, ആസ് എ മദർ, ആസ് എ പാർട്ട് ഓഫ് ഡോക്ടർ എല്ലാം എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കണം. ബിക്കോസ് വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ഫാമിലി ഓൾസോ.
അപ്പം ബാക്കി നമുക്ക് മെന്റൽ ഹെൽത്തിന് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ വി ഹാവ് ടു സ്പെൻഡ് മോർ ടൈം വിത്ത് ഫാമിലി. നമുക്കറിയാലോ ഡ്യൂട്ടി ഹെക്ടിക് ആയതുകൊണ്ട് തന്നെ വൈകിട്ട് ചെന്നിട്ട് എത്രമാത്രം ഫാമിലി ടൈം നമുക്ക് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ബട്ട് സ്റ്റിൽ പാരന്റ്സിന്റെ കൂടെയും കുട്ടികളുടെ കൂടെയും നമുക്ക് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അതെനിക്കൊരു റിലീഫായിട്ട് നമുക്ക് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വിചാരിച്ച പോലെ തന്നെ നമുക്കത് ഫാമിലിയെ ആണെങ്കിൽ നമുക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ പേഷ്യൻസിന്റെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ആയതായിട്ടുള്ള നമ്മൾ സ്ട്രെസ്ഡ് ഔട്ട് ആണ്, നമ്മുടെ എക്സോസ്റ്റഡ് ആയിട്ടുള്ള ഫീലിംഗ് ആയിരിക്കും അത് ചിലപ്പോൾ ബാക്കിയുള്ളവർ റിഫ്ലക്ട് ചെയ്യുക. സോ അത് നമ്മൾ ചിലപ്പോൾ ഫാമിലിയിൽ അത് മോശമായിട്ട് ഇമ്പാക്ട് ചെയ്യാം, നമ്മുടെ പേഷ്യൻസിനെ അത് മോശമായിട്ട് ഇമ്പാക്ട് ചെയ്യാം. മേ ബി നമ്മുടെ സ്ട്രെസ്ഡ് ഔട്ട് ലെവൽ എല്ലാവരും ആ രീതിയിൽ മനസ്സിലാക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ആസ് എ ഡോക്ടർ ഹെക്ടിക് ഷെഡ്യൂളിന്റെ കൂടെ വി ആർ കോപ്പബിൾ. അത് ഓട്ടോമാറ്റിക്കലി നമുക്കത് വന്നു പോയിട്ടുണ്ട്, നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ബിക്കോസ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ജോബ് ഓൾസോ. സോ അങ്ങനെ അതായിട്ട് നമ്മൾ വിചാരിക്കാണ്ട് നമ്മളെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ തന്നെ പോകുന്നതനുസരിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട്. സോ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, ബാക്കി ഹെൽത്ത് പ്രൊഫഷണൽസ് ആണെങ്കിലും എൻ്റെ കൊളീഗ്സിനോടും എല്ലാവരും മെയിനായിട്ട് പറയാനുള്ളത്, സെൽഫ് കെയർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് നമ്മൾ എത്ര മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യം, എത്ര ചെറിയ കാര്യമായിരുന്നു, ഈവൻ കുറച്ച് നേരം പാട്ട് കേൾക്കുന്നതായിരിക്കാം, മേ ബി ചിലർക്ക് ഫുഡ് കഴിക്കുന്നതായിരിക്കാം, ചിലർക്ക് പ്രോപ്പറായിട്ട് നമുക്ക് 6 to 8 hours ഓഫ് സ്ലീപ്പ് അത്രയാണെങ്കിൽ തന്നെ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് സെൽഫ് കെയർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ടു കീപ് അവർ സെൽഫ് ഫ്രഷ്, എന്നാലും നമുക്ക് അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ റിഫ്ലക്ട് ചെയ്യാൻ പറ്റും. സോ സെൽഫ് കെയർ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുതെന്നാണ് എൻ്റെ സൈഡിൽ നിന്നുള്ളൊരു പോയിന്റ് എനിക്ക് കൺവേ ചെയ്യാനുള്ളത്. താങ്ക് യു സോ മച്ച്.